ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കുട്ടികൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യ ഭാഗം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടോക്കൻസ്, ക്യാരക്ടർ സെറ്റ്സ്, ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയ ഭാഗങ്ങൾ അതിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള കൺവേർഷൻസുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അതേ ഭാഗം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. റിവ്യൂ ഓഫ് C++ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഭാഗത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് കൺവേർഷൻസിനെ പറ്റിയാണ്. ടൈപ്പ് കൺവേർഷൻസ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 ഒരുപാട് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റീജർ, ഡബിൾ, ക്യാരക്ടർ, വോയിഡ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിൽ നിന്ന് നമുക്ക് ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് എക്സ്പ്രഷൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലിയും അതുപോലെ തന്നെ പ്രോഗ്രാമർ ഫോഴ്സ് ചെയ്തും ചേഞ്ച് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ടൈപ്പ് കൺവേർഷൻ. അതുകൊണ്ട് തന്നെ ടൈപ്പ് കൺവേർഷൻ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളും അതിൻ്റെ സൈസും ഒന്ന് മനസ്സിലേക്ക് വീണ്ടും ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് 1 ബൈറ്റ് ആണ് അതിൻ്റെ സൈസ്, അതായത് 8 ബിറ്റുകളാണ് അതിൻ്റെ സൈസ്. ഇൻറ്റീജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് 4 ബൈറ്റ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിക്കുന്നത് GNU, അതായത് ലിനക്സ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ടാണ് 4 ബൈറ്റ്സ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റിന് 4 ബൈറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് 8 ബൈറ്റ് ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ നള്ളാണ്, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ടൈപ്പ് കൺവേർഷൻ എന്തെന്ന് പഠിക്കാം. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബേസിക് ടൈപ്പിനെ അല്ലെങ്കിൽ ഒരു ടൈപ്പിനെ വേറെ ഒരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടാതെ ടൈപ്പ് കൺവേർഷൻ നമുക്ക് പഠിക്കാനുള്ളത് 2 രീതിയിലുള്ള കൺവേർഷനാണ്. ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷനും രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. അതായത് ടൈപ്പ് കൺവേർഷൻ ഒരു ടൈപ്പിനെ ഒന്നിൽ നിന്നും മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ച് ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്നും രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്നും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ സിസ്റ്റത്തിന് അകത്ത് വെച്ച് നടക്കുന്നതാണ്. അതുതന്നെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം വർക്ക് നടക്കുന്നതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് യൂസറാണ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഫോഴ്സ്ഫുള്ളി യൂസർ പറഞ്ഞു കൊടുക്കുന്ന കൺവേർഷനാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന പേരിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യം ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഇംപ്ലിസിറ്റ് കൺവേർഷനകത്ത് പറയുന്നത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർഷനെ വിളിച്ച പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. അതായത് അത്തരത്തിൽ ഒരു വർക്ക് നടക്കുമ്പോൾ ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമാൻഡുകളോ കോഡുകളോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചില പ്രത്യേക ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ടൈപ്പിൽ നിന്നും മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ നടത്തുന്ന ഇത്തരം കൺവേർഷനെ വിളിച്ച പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ.
ഇംപ്ലിസിറ്റ് കൺവേർഷൻ നമുക്ക് ആവശ്യമായി വരുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും ഞാൻ ഇൻറ്റ് ഉപയോഗിച്ചു, വീണ്ടും ഇൻറ്റ് ഉപയോഗിച്ചു, അങ്ങനെ വരുന്ന എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം ഒരു ഇൻറ്റീജർ, അതുപോലെ തന്നെ വേറെ ഒന്ന് ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്, മറ്റൊരു വേരിയബിൾ ഡബിൾ ആണ്, ലോങ്, അങ്ങനെ പല ടൈപ്പിൽ വേരിയബിൾ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഒന്നിലധികം വേരിയബിൾസിൻ്റെ ടൈപ്പുകൾ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇംപ്ലിസിറ്റ് കൺവേർഷൻസ് ഓട്ടോമാറ്റിക്കലി വർക്ക് നടത്തപ്പെടുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് വരുന്ന ഡാറ്റ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നുകൂടി പ്രോഗ്രാമിൻ്റെ ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്കത് എന്താണെന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഡാറ്റ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കൺവേർഷൻ ഉപയോഗിക്കുന്നത്. കൺവേർഷൻ എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഡെഫിനിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡെഫിനിഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടി ഡീപ്പായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാം. അതിന് നമുക്കറിയാം ഇൻറ്റ് പ്ലസ് ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനോട് കൂടി ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ഇൻറ്റുമായിട്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടത്തുകയാണ് ഇൻറ്റുമായിട്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പ് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പറാണ്. പ്ലസ് 2 എന്ന് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടും ഒരു ഇൻറ്റീജർ തന്നെയാണ്. ഇത് നമ്മൾ +1 ഇതെന്താണെന്ന് കറക്റ്റായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ആവശ്യം വരുന്നതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അതുകൂടാതെ തന്നെ ഡബിൾ പ്ലസ് ഡബിൾ എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഡബിൾ ആണ് വരുന്നുണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ 2.5 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ വരുന്ന നമ്പർ പ്ലസ് 2.5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്പർ കൊടുത്തു. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടും ഏത് ടൈപ്പിലായിരിക്കും? ഡബിൾ ആണെങ്കിൽ ഡബിൾ ടൈപ്പിലായിരിക്കും. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ് ഞാൻ കൊടുത്തെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പിലായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 + 2.5 എന്ന് ഞാൻ കൊടുത്തു. 2.5 ഒരു ഡബിൾ ഡാറ്റ ടൈപ്പ് ഞാൻ പറയാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറും അതുപോലെ തന്നെ 2.5 എന്ന് പറയുന്ന ഒരു ഡബിൾ ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയ റിസൾട്ട് 4.5 എന്നാണ്. അതായത് ഒരു ഇൻറ്റീജറും അടുത്തൊരു ഇൻറ്റീജറും ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഒരു ഇൻറ്റീജർ വാല്യൂ റിസൾട്ടായി വരേണ്ടത്. അതേസമയം ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റും ചേരുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് റിസൾട്ടായി കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നോർമൽ കേസിൽ രണ്ട് വ്യത്യസ്ത ടൈപ്പുകൾ മിക്സഡ് മോഡിലാണ് വർക്ക് നടക്കുന്നത്. രണ്ട് വ്യത്യസ്ത ടൈപ്പുകൾ അഥവാ ഒരു ഇൻറ്റീജറും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഡബിൾ ടൈപ്പും തമ്മിൽ ഞാൻ പരസ്പരം എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടിയ റിസൾട്ട് 4.5 എന്നാണ് കിട്ടിയത്. അതായത് ഇവിടെ നടന്ന വർക്ക് എന്തിന് തുല്യമായി? രണ്ട് ഡബിൾ ടൈപ്പുകൾ തമ്മിൽ നടന്ന വർക്കിന് തുല്യമായി. 2.5 ഞാൻ ഡബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പുകൾ തമ്മിലുള്ള വർക്കിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഇപ്പോൾ ഈ റിസൾട്ടിൻ്റെ ടൈപ്പും ഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന അതായത് 2 എന്ന് പറയുന്ന സംഖ്യ ഇൻറ്റീജർ ആണെങ്കിൽ കൂടി അതിനെ നമ്മൾ പോലും അറിയാതെ കമ്പൈലർ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പിലേക്ക് അഥവാ 2.0 എന്ന് പറയുന്ന ടൈപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇൻറ്റീജർ വാല്യൂ ആണ്, പക്ഷേ നമുക്കറിയാം ഇൻറ്റീജർ വാല്യൂ കൊടുത്താൽ ഇൻറ്റീജർ വാല്യൂ റിസൾട്ട് വരണം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായി നടന്ന വർക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് പ്ലസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റീജർ ആയിട്ട് നിൽക്കുന്ന 2നെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് റിസൾട്ട് 4.5 എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഫ്ലോട്ടിംഗ് അഥവാ ഡബിൾ ആയിട്ട് ലഭിക്കാൻ കാരണം. ഇതിനൊന്നുകൂടി മനസ്സിലാക്കി പഠിക്കാം. ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ആ സ്പേസിലേക്ക് ഞാൻ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു, അതായത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ തൊട്ട് താഴെ ഡബിൾ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് 2.5 എന്ന് പറയുന്ന വാല്യൂ ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്തു.
ഇനി സി ഔട്ട് എ പ്ലസ് ബി എന്ന് ഞാനൊരു കമാൻഡ് വർക്ക് ചെയ്യിച്ചു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയപ്പോൾ അതിന് എനിക്ക് കിട്ടിയ റിസൾട്ട് 4.5 എന്നാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം വെച്ച് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻസർ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 2.5 എന്ന് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടി? 4.5 എന്ന് റിസൾട്ട് കിട്ടി. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻറ്റീജർ ടൈപ്പ് 2നെ എങ്ങോട്ട് മാറ്റി? ഇവിടെ കൊടുത്തിരിക്കുന്ന ഡബിൾ ടൈപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് പ്രോഗ്രാമർ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാമറുടെ ആവശ്യത്തിനനുസരിച്ച് വാല്യൂസ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിനകത്ത് വെച്ച് കമ്പൈലർ വർക്ക് നടത്തിക്കൊള്ളും. അതുകൊണ്ടാണ് ഇതിനെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് വിളിക്കാൻ കാരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ക്യാരക്ടർ ടൈപ്പിൽ സി എന്ന് പറയുന്ന ഒരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് എസ് എന്ന് പറയുന്ന സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇൻഡ് എന്ന് പറയുന്ന ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഐ എന്ന് പറയുന്ന സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ലോങ് ഇൻഡ് എന്ന് പറയുന്ന ഒരു സൈസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൽ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് എഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഡബിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ലോങ് ഡബിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എൽ ഡി എന്ന് പറയുന്ന ഒരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും പല ടൈപ്പിലുള്ള വേരിയബിൾ ഡിക്ലറേഷൻസ് നമ്മുടെ കയ്യിൽ ഒരു ഗ്രീൻ കളറിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അത് തമ്മിൽ പരസ്പരം വർക്ക് നടക്കുമ്പോൾ ഏത് ടൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഐ പ്ലസ് സി, അതായത് ഇൻറ്റീജർ ടൈപ്പും ക്യാരക്ടറും തമ്മിൽ വർക്ക് നടന്നപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തത് ഇൻറ്റീജർ ടൈപ്പിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ടൈപ്പും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡബിൾ എന്ന് പറയുന്ന ടൈപ്പും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈപ്പിനെ കൺവേർട്ട് ചെയ്തത് ഇൻറ്റീജർ എന്ന് പറയുന്ന ടൈപ്പിനെ മാറ്റിയിട്ട് പകരം ഡബിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പാക്കി മാറ്റുക ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡബിളിനെ മാറ്റിയിട്ട് നമ്മൾ പകരം ഇൻറ്റീജർ ടൈപ്പിലേക്ക് കൊണ്ടുവന്നില്ല? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംപ്ലിസിറ്റ് കൺവേർഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോവസ്റ്റ് ടൈപ്പിൽ വരുന്ന നമ്മൾ സൈസ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചത് സൈസാണ്. അതിൽ ലോവസ്റ്റ് ഏറ്റവും ചെറിയ ടൈപ്പിനെ ഉയർന്ന ടൈപ്പിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏറ്റവും ചെറിയ ടൈപ്പിനെ ഉയർന്ന ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ എടുക്കുക. അതുകൊണ്ടാണ് ഇൻറ്റീജർ 2/2 ക്യാരക്ടർ 1/2 ഒരു വർക്ക് വന്നപ്പോൾ അവിടെ എന്താക്കാൻ സാധിച്ചത്? ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത്. ഇനി രണ്ടാമത്തെ റെഡ് കളറിൽ കൊടുത്ത എക്സാമ്പിൾ നോക്കുക. ഐ പ്ലസ് എസ്, അതായത് ഇൻറ്റീജറും അതുപോലെ തന്നെ ഷോർട്ടും തമ്മിൽ വർക്ക് നടത്തുമ്പോൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിനേക്കാൾ ഒരു പൊടി കുറവുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റീജറിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. എൽ പ്ലസ് ഐ, അതായത് ലോങ് ഇൻഡിനെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, ഇൻറ്റീജറിലേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിലേക്കാണ് മാറുക? ലോങ് ടൈപ്പിലേക്കാണ് മാറുക. കാരണം ഇൻഡിനേക്കാൾ വലുത് ലോങ് ആണ്, അപ്പോൾ ലോങ്ങിലേക്ക് മാറും. അതുപോലെ തന്നെ എഫ് ഫ്ലോട്ടാണ്, പ്ലസ് എൽ ഏതാണ്? ലോങ് ഇൻഡാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ലോങ് ഇൻഡിനേക്കാൾ വലിയ സൈസാണ് ഫ്ലോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? ഫ്ലോട്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പറേഷൻ ഏതുമായിക്കൊള്ളട്ടെ ആ വർക്കിനെ എവിടെ നിന്ന് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ടത്. ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് ടൈപ്പിനെ ഏറ്റവും ഹയസ്റ്റ് ടൈപ്പ് ഏതാണോ ആ സെയിം ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ഏത് ചെയ്തിട്ടുള്ളത്? ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഏരോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റ ടൈപ്പുകൾ ഈ ഏരോ കാണിക്കുന്ന ഓർഡറിലാണ് കൺവേർട്ട് ആകുന്നത്. ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതാണ് ഇൻഡ്, അപ്പോൾ ഇൻഡിലേക്കാണ് കൺവേർട്ട് ആകുക. ഇൻഡും ലോങ്ങും വരുമ്പോൾ ഇൻഡിനേക്കാൾ വലുതാണ്
ഇൻറ്റിനേക്കാൾ വലുതാണ് ലോങ്, അതുകൊണ്ട് അതിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ലോങ്ങിനേക്കാൾ വലുതാണ് ഫ്ലോട്ട്, അപ്പോൾ അങ്ങോട്ടാണ് കൺവേർട്ട് ആവുക. ഫ്ലോട്ടിനേക്കാൾ വലുതാണ് ഡബിൾ, അപ്പോൾ ഡബിളിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഡബിളിനേക്കാൾ വലുതാണ് ലോങ്, ഡബിൾ, അപ്പോൾ അതിലേക്കാണ് കൺവേർട്ട് ആവുക. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മനസ്സിലുണ്ടെങ്കിൽ ഈ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഏത് ടൈപ്പിൽ നിന്ന് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് വരച്ച് നോക്കി എഴുതി നോക്കി മനസ്സിൽ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇംപ്ലിസിറ്റ് കൺവേർഷൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇംപ്ലിസിറ്റ് കൺവേർഷന് വേണ്ടി നമുക്ക് പുറത്തു നിന്നും ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രോഗ്രാമർ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കല്ല ഒരിക്കലും ഇംപ്ലിസിറ്റ് കൺവേർഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടൈപ്പ് കൺവേർഷനെ 2 ഭാഗങ്ങളാക്കി തിരിച്ചു. അതിൽ ഒന്നാമത്തെ കൺവേർഷനാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അഥവാ ചെയ്യുന്ന വർക്കാണ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ ഡാറ്റ ടൈപ്സിൻ്റെ ടൈപ്പുകൾ മനസ്സിലാക്കിക്കൊള്ളുക, ഏതിൽ നിന്ന് ഏതിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് ഏറ്റവും ചെറിയ ടൈപ്പിനെ വലിയ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്ലിസിറ്റ് കൺവേർഷനാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പിനെ അടുത്ത ഹയർ ടൈപ്പിലേക്കുള്ള പ്രമോഷൻ ആണെങ്കിൽ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമർ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒന്നുകിൽ ഇതിൻ്റെ പേരാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഇംപ്ലിസിറ്റിനെ ടൈപ്പ് പ്രൊമോഷൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ എക്സാമിന് ഇതിലേത് പേരിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ പേരുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷനാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത്. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിനകത്ത് എക്സ്ട്രാ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് കൺവേർഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്. അതായത് പ്രോഗ്രാമിലൂടെ കൊടുക്കുകയാണ്, കമ്പ്യൂട്ടറിനകത്ത് വെച്ച് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതല്ല, പ്രോഗ്രാമിൽ വെച്ച് പ്രോഗ്രാമർ എഴുതിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്ലിസിറ്റ് കാസ്റ്റിംഗ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് കൺവേർഷനാണെന്ന് പറയാൻ കാരണം. പ്രോഗ്രാമറാണ് അവിടെ നമ്മൾ യൂസറായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും ചെയ്യുന്നത് ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാം. സ്ക്രീനിൽ നോക്കുക. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ കൊടുക്കാതെ ഞാൻ കാസ്റ്റിംഗ് എന്ന് മാത്രം ഹെഡിങ് കൊടുത്ത് മനസ്സിൽ വയ്ക്കണം കേട്ടോ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ്റെ വേറൊരു പേരായിട്ട് എടുക്കാം. അപ്പോൾ നോക്കിയേ, സ്ക്രീനിൽ നോക്കുക. റെഡ് കളറിൽ ആദ്യമായിട്ട് എടുത്തു ഫോഴ്സസ് 1 ടൈപ്പ് 2 ഇൻറ്റു അനദർ എന്ന് കൊടുത്തു. അതായത് ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷനും അതുതന്നെ ആയിരുന്നു, അത് നടക്കുന്ന വർക്കിലാണ് വ്യത്യാസം. അവർ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു വേരിയബിളിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എ ബി, ഇൻഡി എ ബി, അതുപോലെ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് ശ്രദ്ധിക്കുക. യുവർ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ നമ്മളെ കയ്യിലുണ്ട്. ഈക്വൽ ടു, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് ഫ്ലോട്ട് എന്ന് കൊടുത്തു, എന്നിട്ട് മൈ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡാറ്റ ടൈപ്പിൻ്റെ പേരാണോ നമ്മൾ പറഞ്ഞു കൊടുത്തത് ആ ടൈപ്പിലേക്ക് മൈ ഇൻറ്റീജർ എന്ന് പറയുന്ന ഈ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ മൈ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പാണെങ്കിൽ അതിനെ ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് മാറ്റി യുവർ ഫ്ലോട്ട് എന്ന് പറയുന്ന സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ടൈപ്പിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുക തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇത് പുറത്തുനിന്ന് ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഫ്ലോട്ട് എന്ന് പ്രോഗ്രാമിൽ എഴുതി കൊടുത്ത രീതി ആയതുകൊണ്ടാണ് ഇത് എക്സ്പ്ലിസിറ്റ് ടൈപ്പായി മാറാൻ കാരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. മൈ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു
എന്ന് പറയുന്ന ഒരു കൺവേർഷൻ ഉപയോഗിച്ചുകൊണ്ട് യുവർ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യുവർ ഫ്ലോട്ട് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിനെ ഇൻറ്റീജർ ടൈപ്പിലേക്ക് മാറ്റി അതിനെ മൈ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രാക്കറ്റിന് അകത്ത് എഴുതിയ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ വിളിക്കുന്ന എക്സ്പ്ലിസിറ്റ് കൺവേർഷനായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. 1.9 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഫോഴ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഇൻറ്റീജറിലേക്ക് മാറ്റുമ്പോൾ അവിടെ 9 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവും. പകരം 1 മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിലേക്ക് 10.5 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. അതിന് തൊട്ട് താഴെ തന്നെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റീജർ ടൈപ്പിൽ B എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിച്ച് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് എന്ന് കൊടുത്തുകൊണ്ട് ഡബിൾ ടൈപ്പിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത A എന്ന വേരിയബിളിൻ്റെ നെയിം എഴുതി കൊടുത്തു. അപ്പോൾ എക്കകത്തുള്ള വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻറ്റീജർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് B എന്ന് പറയുന്ന സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അതെൻ്റെ ഡയഗ്രമാണ് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മെമ്മറി സ്പേസ്, അതിൻ്റെ പേരാണ് B, അത് ഇൻറ്റീജർ ടൈപ്പാണ്. പക്ഷെ അതിനകത്തേക്ക് വന്നത് 10.5 അല്ല, പകരം എന്തുമാത്രമായിരിക്കും, Bക്കകത്തേക്ക് 10 മാത്രമാണ് കയറി വന്നത്. ശ്രദ്ധിക്കുക, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഓർ പെർഫോംഡ് ബൈ ദ പ്രോഗ്രാമർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രോഗ്രാമറാണ് ഇത്തരത്തിലൊരു കൺവേർഷന് വേണ്ടി കോഡുകൾ നിർബന്ധപൂർവ്വം എഴുതി കൊടുക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിന് അനുയോജ്യമായ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആരാണോ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് ഓപ്പറേറ്ററാണ് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ശ്രദ്ധിക്കുക, തൊട്ട് മുൻപേ കാണിച്ച എക്സാമ്പിൾ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് കൊടുത്തപ്പോൾ അതാണ് കാസ്റ്റ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററാണ് തീരുമാനിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ ഇൻറ്റീജർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന്. ഇനി എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ്റെ സിൻറ്റാക്സ് എഴുതുന്ന രീതി നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോളുക. ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈപ്പ് ഏതാണോ, എങ്ങോട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻറ്റീജറിലാണെങ്കിൽ ഇൻറ്റ്, അങ്ങനെ ടൈപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതുന്ന എക്സ്പ്രഷൻ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ വേരിയബിൾ എഴുതി കൊടുക്കുക. അപ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് അടുത്ത ഇതിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ടൈപ്പ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എക്സ്പ്രഷൻ, സെമിക്കോളൻ. ഇതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ്റെ സിൻറ്റാക്സ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഭാഗമാണ്, ഈ വീഡിയോയിൽ രണ്ടാമത്തെ ഭാഗമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുൻപേ നമ്മൾ 4 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, 2 അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, 4 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ വീഡിയോയിൽ കൂടി പറയുകയാണെങ്കിൽ ലെങ്ത് കൂടും, പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന 4 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിൽ ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഡിക്ലറേഷൻ ഉപയോഗിക്കുന്നത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുക. അതായത് കമ്പ്യൂട്ടർ മെമ്മറിക്കകത്തുള്ള ഒരു സ്പേസ്, ആ സ്പേസിന് ഒരു പേര് കൊടുക്കുക. അതായത് ഐഡൻറ്റിഫയർ എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ, ടോക്കൻസിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നെയിം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നെയിം ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, എഴുതുന്ന സ്റ്റൈലാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്.
ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയൊരു മെമ്മറി ഉണ്ടാക്കിയെടുക്കലല്ല, ഓൾറെഡി ഉള്ള ഒരു മെമ്മറിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഐഡൻറ്റിഫയർ അഥവാ ഒരു നെയിം നൽകുന്ന രീതി. അത് കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, സിൻടാക്സ്. ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത്തരത്തിൽ ആ മെമ്മറി സ്പേസിനെ, വേരിയബിളിനെ നെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേരിയബിൾസിനെ മാത്രമല്ല ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാറ്, നമ്മൾ ഫങ്ഷൻസ് ഇനി വരുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കും. അപ്പോൾ അത്തരം ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമുകൾ പഠിച്ചു കഴിഞ്ഞവരാണ്. 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്ന പ്രോഗ്രാം, അതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ വാല്യൂ അസൈൻ ചെയ്യപ്പെടണമെങ്കിൽ, വാല്യൂ റീഡ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ തൊട്ട് മുൻപേ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എപ്പോഴാണോ വാല്യൂ അസൈൻ ചെയ്യപ്പെടുന്നത് അതിൻ്റെ മുൻപേ എന്ത് ചെയ്യണം, ആ വേരിയബിൾ നമ്മൾ കറക്റ്റായി കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുത്തിരിക്കണം, പേരും ആ വേരിയബിളിൻ്റെ സൈസും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കൺഫ്യൂഷൻ വേണ്ട. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു വ്യക്തമായ ഫോർമാറ്റിൽ പറഞ്ഞു കൊടുക്കുന്ന കമാൻഡുകളാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്, അഥവാ നിർദ്ദേശങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന കമാൻഡ് ഒരു മെമ്മറിക്കകത്ത് ആ മെമ്മറിയെ നെയിം ചെയ്ത് ഒരു വേരിയബിൾ ആക്കി മാറ്റാം. അതായത് ഒരു സ്പേസ് അതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുത്ത്, പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സെക്ഷനാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സിൻടാക്സ് ആണ്: ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കുക, പിന്നെ ഐഡൻറ്റിഫയർ നെയിം കൊടുക്കുക. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിളിനെ നെയിം ചെയ്യുന്ന ഏത് പേരും ആവാം, സം ആവാം, എ ആവാം, എക്സ് ആവാം, അങ്ങനെ എന്തും. ലാസ്റ്റ് സെമിക്കോളൻ കൊടുത്തുകൊണ്ട് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റുകളും ടെർമിനേറ്റ് ചെയ്യിക്കണം. അതിപ്പോൾ നമ്മളോടാണെങ്കിലും ശരി, ഒരാൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യൂ. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റായി ടെർമിനേറ്റ് ചെയ്യിച്ചാൽ മാത്രമേ കമ്പ്യൂട്ടർ അതിനെ എറർ ഇല്ലാതെ റീഡ് ചെയ്ത് തുടങ്ങുകയുള്ളൂ, വർക്ക് ചെയ്ത് തുടങ്ങുകയുള്ളൂ. ഇനി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ നോക്കുക. നമുക്ക് പരിചയമുള്ള എക്സാമ്പിളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഇൻറ്റ് സ്പേസ് എക്സ് അഥവാ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റ് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ നെയിം സെമിക്കോളൻ കൊടുത്തുകൊണ്ട് എഴുതി. അപ്പോൾ മെമ്മറിക്കകത്ത് ആ ബ്ലൂ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് മെമ്മറി എന്ന് സങ്കല്പിക്കുക. അതൊരു കമ്പ്യൂട്ടർ മെമ്മറി. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ മെമ്മറി യൂണിറ്റ് എടുത്തു, അത് ഇൻറ്റീജറാക്കി വെച്ചു. എന്നിട്ട് ആ ഇൻറ്റീജറിന് എക്സ് എന്ന് പറയുന്ന പേര്, അതായത് നെയിം ചെയ്തു. അപ്പോൾ ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ശ്രദ്ധിക്കുക, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് എല്ലാ പ്രോഗ്രാമിലും എപ്പോഴും ഉപയോഗിച്ച് കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പലപ്പോഴും അല്ല, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ എടുത്ത്, ഒരു കോൺസ്റ്റൻറ്റിനെ എടുത്ത് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്ക് ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ടിനെ എടുത്ത് സ്റ്റോർ ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ നോക്കുക, വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. അതായത് ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആ വേരിയബിളിലേക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്ത് ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. അപ്പോൾ ആ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണോ അത് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കുക. സി ഈക്വൽ ടു എ പ്ലസ് ബി. അവിടെ എ പ്ലസ് ബി എന്നുള്ള എക്സ്പ്രഷൻ്റെ റിസൾട്ട് എക്കകത്ത് 2ഉം ബിക്കകത്ത് 4ഉം ആണെങ്കിൽ 6 എന്ന് പറയുന്ന ആ റിസൾട്ടിനെ അസൈൻ ചെയ്യപ്പെടും. എങ്ങോട്ട്? സി എന്ന് പറയുന്ന വേരിയബിളിലേക്ക്. അതുപോലെ തന്നെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം, എക്സ്പ്രഷൻസ് ഒഴികെ കോൺസ്റ്റൻറ്റുകളെയും അസൈൻ ചെയ്യാൻ സാധിക്കും.
അതെങ്ങനെയാണെന്ന് നോക്കാം. സി ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രിങ് കോൺസ്റ്റൻറ്റുകളും ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളൊക്കെ അസൈൻ ചെയ്യപ്പെടാം. വേരിയബിൾ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സി ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ അഥവാ ഒരു കോൺസ്റ്റൻറ്റിനെ സി എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ മാത്തമാറ്റിക്കൽ നിങ്ങൾ പണ്ട് മാത്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ, ഈക്വാലിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ, അത് അതിനോട് ഈക്വൽ ആണെന്ന് കിട്ടുന്നതെന്ന് കാണിക്കാൻ ഉപയോഗിച്ചാണ്. എന്നാൽ അതിൻ്റെ മീനിങ് നമ്മളിവിടെ പഠിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. ഇനി പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം സിഇൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സിഇൻ ഉപയോഗിച്ച് +1 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു ഒരു വാല്യൂ എങ്ങനെ റീഡ് ചെയ്യുന്നു. ഇപ്പോൾ സിഇൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എ എന്ന് എഴുതി കഴിഞ്ഞാൽ കീബോർഡിനകത്ത് നിന്ന് ഒരു വാല്യൂ എ എന്ന് പറയുന്ന സ്പേസിലേക്ക് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എഴുതുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിച്ച പേരാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒന്നുകൂടി പറയാം, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഉപയോഗിക്കുന്നതാണ്, വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് ഡിവൈസിൽ നിന്നാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്നും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, കീബോർഡാണ് ഇൻപുട്ട് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിഇൻ എ എന്ന് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ കൊടുക്കേണ്ട ഒരു ഓപ്പറേറ്ററാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതായിരുന്നു. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് സിഇനിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ സിഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ വാല്യൂ റീഡ് ചെയ്യേണ്ടത് ആ വാല്യൂവിൻ്റെ, അതായത് വാല്യൂ എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ആ സ്പേസിൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ, സിഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എക്സ് സെമിക്കോളൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എഴുതി. അപ്പോൾ ഇങ്ങനൊരു ഒരു എക്സാമ്പിൾ ഒരു കോഡ് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിനകത്ത്, ഔട്ട്പുട്ട് സ്ക്രീനിനകത്ത് ഒരു കഴ്സർ ബ്ലിങ്ക് ചെയ്യും. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ എൻ്റർ ചെയ്ത് കൊടുത്തത് ആ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ, അതാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്, ആ വാല്യൂ എക്സ് എന്ന് പറയുന്ന ഓൾറെഡി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന സ്പേസിലേക്ക് കയറി വരികയാണ് ചെയ്യുക. അപ്പോൾ അത് വരുന്ന ഒരു സ്റ്റൈലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ്, ആ കീബോർഡിൽ നിന്നും സിഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക്, അതായത് സ്ട്രീം 1 by 1 ആയിട്ട് കയറി വരുന്ന രീതി, അതാണ് ഒബ്ജക്റ്റ് ആ സ്ട്രീമിലേക്ക് വന്നു. എന്നിട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, വീണ്ടും ശ്രദ്ധിക്കുക, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ വേരിയബിൾ ഏതാണോ വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കീബോർഡിലെ വാല്യൂ സിഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മുഖേന എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ വേരിയബിളിലേക്ക്, അതായത് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്, ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ സിഇൻ എന്താണെന്ന് ഓപ്പറേറ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീപ്പായിട്ട് പറയാത്തത്. ഇനി അതെന്ത് ചെയ്യുക, ഈ ഒരു ചിത്രം കൂടി മനസ്സിൽ പതിഞ്ഞണം, എങ്കിലേ സിഇൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അതുപോലെ രണ്ടാമത് പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്യാൻ ഉപയോഗിച്ചാണെങ്കിൽ, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ ആയിട്ട് ഇത് എപ്പോഴും ഡിസ്പ്ലേ സ്ക്രീനിലേക്കാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ മുന്നേ ഉപയോഗിച്ചാണ് സി ഔട്ട്. നിങ്ങളുടെ പേര് കൊടുത്തു, വാല്യൂ കൊടുത്തു, ഒരു എക്സ്പ്രഷൻ കൊടുത്തു, വേരിയബിൾസ് കൊടുത്തു, ഇതിനെയൊക്കെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതിനു വേണ്ടി ഉപയോഗിച്ചത് സിഇൻ എന്ന് പറയുന്ന, സി ഔട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഇനി ശ്രദ്ധിക്കുക, സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ കൂടെ സി ഔട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ പേര് ശ്രദ്ധിക്കുക, ഇൻസേർഷൻ ഓപ്പറേറ്ററാണ്. അതിൻ്റെ പൊസിഷനും ശ്രദ്ധിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് വേണം എപ്പോഴും ഔട്ട്പുട്ടിലേക്ക് വാല്യൂ കൊടുക്കാനായിട്ട്. സ്ക്രീനിലെ അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. സി ഔട്ട്
ഇൻസേർഷൻ ഓപ്പറേറ്റർ, അതായത് സ്ക്രീനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഈ എക്സിന് കൊട്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റൻ്റ് അല്ല, അതൊരു വേരിയബിളാണ്. വേരിയബിളിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വേരിയബിൾ സ്ക്രീനിലേക്ക് വരില്ല, പകരം വേരിയബിളിനകത്തുള്ള വാല്യൂ എന്താണോ അതാണ് സ്ക്രീനിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ സി ഔട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, വേരിയബിൾ ഉണ്ട് നമ്മളെ കയ്യിൽ, ആ വേരിയബിളിനകത്തുള്ള വാല്യൂ അത് ഇൻസേർഷൻ ഓപ്പറേറ്ററിലൂടെ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ ചിത്രം പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, മൗസ് പോയിൻ്റർ ശ്രദ്ധിച്ചാൽ മതി, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അത് ഇൻസേർഷൻ ഓപ്പറേറ്ററിലൂടെ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പലപ്പോഴും പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ളതാണ്, അതിൻ്റെ ആവശ്യം. അപ്പോൾ സി ഔട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതുകയാണെങ്കിൽ ആ പേര് എവിടെ കാണിക്കും? സ്ക്രീനിനകത്ത് കാണിക്കും. സി ഔട്ട് വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിനകത്ത വാല്യൂ എവിടെ കാണിക്കും? സ്ക്രീനിനകത്ത് കാണിക്കും. അപ്പോൾ ഈ ഇമേജ് നോക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം പഠിച്ചത് ടൈപ്പ് കൺവേർഷനാണ്. 2 ടൈപ്പിലാണ് കൺവേർഷൻ വന്നത്, ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. ആ കൺവേർഷൻ്റെ പേരുകൾ നോക്കുക. ഒന്ന് ടൈപ്പ് പ്രൊമോഷനാണ്, മറ്റേത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിച്ചത്. സ്റ്റേറ്റ്മെൻറ്റുകൾ 4 തരത്തിലാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, 2 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചു. അതിലിനി കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ. അത് അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം വിജീഷ്.